Okay, the last component of this particular chapter, enzymes and coenzymes as per the syllabus. അതാണ് enzyme inhibition എന്ന് പറയുന്നത്. ഇതിന് ശേഷം നമ്മൾ ഒരു ടോപ്പിക്കും കൂടെ കവർ ചെയ്യും. അത് സിലബസിലില്ല, ബട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കൺസെപ്റ്റ് വെൻ യു ആർ ലേണിംഗ് എൻസൈംസ്. അത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ ആണ്. ഓക്കെ, അത് നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സിലബസിൽ അങ്ങനെ ഒരു കമ്പോണന്റ് ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം. എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ എന്നുള്ളത് ഇറ്റ്സ് യുവർ ചോയ്സ്, ബട്ട് അത് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് നിങ്ങൾ അറിയാം. എന്നാലേ KM വാല്യൂ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം പാർട്ട് 11 വരെയാണ് സിലബസ് പ്രകാരമുള്ള കമ്പോണന്റ്. പക്ഷെ അതിനുശേഷം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് പാർട്ട് 12 ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിവിലേക്ക് മാത്രമാണ്. ആസ് പെർ ദ സിലബസ് അങ്ങനെ ഒരു കമ്പോണന്റ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ എൻസൈം ഇൻഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു എൻസൈം ആക്ഷൻ നടക്കുമ്പോൾ സബ്സ്ട്രേറ്റും എൻസൈമുമായിട്ട് റിയാക്ട് ചെയ്തിട്ടത് സബ്സ്ട്രേറ്റ് എൻസൈം കോംപ്ലക്സ് ഉണ്ടാവുന്നു, പിന്നെ അത് പ്രോഡക്റ്റായി മാറുന്നു, പ്രോഡക്റ്റിനെ റിലീസ് ചെയ്യുന്നു. ഈ ഒരു ആക്ടിവിറ്റീനെ ബ്ലോക്ക് ചെയ്യുന്ന എന്ത് പ്രോസസ്സിനെയും നമുക്ക് എന്ത് വിളിക്കാം? എൻസൈമിന്റെ ഇൻഹിബിഷൻ എന്ന് വിളിക്കാം. അപ്പോൾ എൻസൈം ഇൻഹിബിഷൻ എന്ന് പറയുന്നത് anything which interfere with the catalytic activity of individual enzyme. Okay, so that is what known as the inhibition. And what is inhibitor? Any molecule which are capable of interfering with the catalytic activity of individual enzymes are known as the inhibitors. Okay, enzyme inhibitors. Clear our definition. രണ്ടിന്റെ ഡെഫിനിഷൻ ഇവിടെ തന്നെയാണുള്ളത്. ഓക്കെ, മോളിക്യൂൾസ് എന്ന് ചേർക്കുമ്പോൾ എൻസൈം ഇൻഹിബിറ്റർ ആയി. ഓക്കെ, എനി പ്രോസസ് ദാറ്റ് ആർ കാപ്പബിൾ ഓഫ് എന്ന് ചേർക്കുമ്പോൾ അതെന്തായി? എൻസൈം ഇൻഹിബിഷന്റെ ഡെഫിനിഷനായി. ഇത് രണ്ടും ഈ ഡെഫിനിഷനിൽ തന്നെയാണുള്ളത്, ഓർമ്മിക്കാം. Any molecule which interferes directly on the enzyme to reduce its catalytic rate is called an inhibitor. Okay, രണ്ടും ഒരേ സംഭവമാണ്. Okay, now some enzyme inhibitors are normal metabolites present in our body. Okay, നമ്മൾ ഒരു റിയാക്ഷൻ, ഒരു പാത്വേ നടക്കുമ്പോൾ ആ പാത്വേയിൽ ഏതെങ്കിലും ഒരു ഇന്റർമീഡിയറി മോളിക്യൂൾ ആയിരിക്കും ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറൊരു പാത്വേയിലെ മോളിക്യൂൾ ആയിരിക്കും വേറൊരു റിയാക്ഷനെ ഇൻഹിബിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ആവാം, അല്ലെങ്കിൽ നമ്മൾ പുറത്തു നിന്ന് സപ്ലിമെന്റ് ചെയ്യുന്ന ഡ്രഗ്സോ അല്ലെങ്കിൽ ടോക്സിക് സബ്സ്റ്റൻസസോ ആവും എൻസൈം ഇൻഹിബിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സയനൈഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ ആയിട്ട് അത് വരും, അല്ലെ? പെട്ടെന്ന് തട്ടിപ്പോവല്ലോ. ഓക്കെ, അപ്പം അത് പുറത്തുനിന്നുള്ള ഒരു ഏജന്റ് ആണ്. അതേസമയം നിങ്ങൾ നേരത്തെ പഠിച്ച എക്സോകൈനേസിന്റെ ആക്ടിവിറ്റിയിൽ പഠിച്ചേക്കുന്ന ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന മോളിക്യൂൾ ഒരു ഫീഡ്ബാക്ക് ഇൻഹിബിറ്റർ ആണ്. അത് ആ പാത്വേയുടെ തന്നെ പാർട്ടാണ്, ഇൻസൈഡ് സെല്ലുള്ള ഒരു മോളിക്യൂൾ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിലും ഇൻഹിബിറ്റർ മോളിക്യൂൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. So enzyme inhibition is generally divided into two categories. ഒന്ന് റിവേഴ്സിബിൾ ഇൻഹിബിഷൻ ആണ്, അടുത്തത് ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ ആണ്. റിവേഴ്സിബിൾ ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ ആ സമയത്തേക്ക് മാത്രം ഇൻഹിബിറ്റർ മോളിക്യൂള് ബൈൻഡ് ചെയ്തേക്കുന്നത് ഒരു നിശ്ചിത പീരീഡിലേക്ക് വേണ്ടി മാത്രമായിരിക്കും. ആൻഡ് വെൻ ഇറ്റ് ഈസ് ലീവിംഗ് ദ എൻസൈം ബിക്കം അഗെയിൻ ആക്റ്റീവ്. അപ്പൊ അങ്ങനെ എൻസൈമിന്റെ ആക്ടിവിറ്റി ഫുള്ളായിട്ട് നശിച്ചു പോകാതെ ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രം തടസ്സപ്പെടുത്തുന്ന ഇൻഹിബിഷനെയാണ് നമ്മൾ റിവേഴ്സിബിൾ ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഹിബിഷൻ നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ എൻസൈം ആക്ടിവിറ്റി തിരിച്ചു വരില്ല. എൻസൈമിന്റെ കാറ്റലിറ്റിക് പവർ കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും. ആ എൻസൈമിനെ കൊണ്ട് പിന്നീട് ഒരു ഉപകാരം ഉണ്ടാവില്ല. പെർമനന്റ് ആയിട്ട് അവിടെ എൻസൈം ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിനെയാണ് നമ്മൾ ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സയനൈഡിന്റെ ഒക്കെ പോയിസണിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ. ഓക്കെ, ഇപ്പം ഇതാണ് ആ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ റിവേഴ്സിബിൾ ഇൻഹിബിഷൻ ഉണ്ട്, ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ ഉണ്ട്. അപ്പം അലോസ്റ്റീരിക് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി അലോസ്റ്റീരിക് എൻസൈംസിന്റെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ആ സമയത്ത് പഠിച്ചത് ഒന്നുകൂടെ പോയി ചെക്ക് ചെയ്താൽ മതി. എൻസൈം ഇൻഹിബിഷൻ എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ഓൾ ദിസ് 3. ഈ കമ്പോണന്റ് ഉള്ളത് എവിടെയാണ്? അലോസ്റ്റീരിക് എൻസൈംസിന്റെ പാർട്ടിൽ ഈ കമ്പോണന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വീണ്ടും ഡിസ്കസ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുള്ളൂ, റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ. പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഈ 3 കമ്പോണന്റും ആഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് നിങ്ങളുടെ ബുക്കിൽ ഈ ഫ്ലോ ചാർട്ട് എഴുതി വെക്കണം. ഇത് അജയകുമാർ സാറിന്റെ ബുക്കിൽ നിന്ന് എടുത്ത ഫ്ലോ ചാർട്ടാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരുവിധം എല്ലാ കമ്പോണന്റും അജയകുമാർ സാറിന്റെ ബുക്സിൽ നിന്ന് എടുത്തേക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ആ ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിംഗ് ദ സെയിം കണ്ടന്റ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്തിയതാണ്.
അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉള്ളതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് സാറോട് ചോദിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് മാറ്റിയതാണ്. ഓക്കെ, നൗ റിവേഴ്സിബിൾ ഇൻഹിബിഷൻ പ്രധാനമായിട്ട് 3 ടൈപ്പാണ്. ഒന്ന് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ആണ്, രണ്ടാമത്തത് നോൺ കോമ്പറ്റേറ്റീവ് ആണ്, മൂന്നാമത്തത് അൺകോമ്പറ്റേറ്റീവ് ആണ്. അതുപോലെ തന്നെ ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ എന്ന് പറയുന്നതും 3 ടൈപ്പാണ്. ഗ്രൂപ്പ് സ്പെസിഫിക് ഉണ്ട്, അഫിനിറ്റി ലേബൽസ് ഉണ്ട്, സൂയിസിഡൽ ഉണ്ട്. ഓക്കെ, അപ്പം ആദ്യത്തെ റിവേഴ്സിബിൾ ഇൻഹിബിഷൻ എന്താണെന്നുള്ളത് നോക്കാം. സോ ഇൻ ദിസ് ടൈപ്പ് ഓഫ് എൻസൈം ഇൻഹിബിഷൻ ദ എൻസൈം ആക്ടിവിറ്റി ക്യാൻ ബി റീഗെയിൻഡ് ആഫ്റ്റർ റിമൂവൽ ഓഫ് ദി ഇൻഹിബിറ്റേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസൈം ഇൻഹിബിഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. After that, the inhibitor is removed, again the enzyme activity will be regained. Such type of enzyme inhibition is known as the reversible inhibition. Okay. So the inhibitor binds to the enzyme molecules with a weak bonds, hence they can be removed quickly. അപ്പം 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, കോമ്പറ്റേറ്റീവ്, നോൺ കോമ്പറ്റേറ്റീവ്, അൺകോമ്പറ്റേറ്റീവ്. ഇതിൽ കോമ്പറ്റേറ്റീവ് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഇൻഡിവിജ്വൽ ആയിട്ട് എക്സിസ്റ്റൻസ് ഉള്ളതാണ്. ഈ 2 ആൾക്കാരെയും പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അൺകോമ്പറ്റേറ്റീവ്, നോൺ കോമ്പറ്റേറ്റീവ് രണ്ടും ഏകദേശം ഒരേ മീനിങ് ആണ്, ബട്ട് ഡിഫറെന്റ് കൺസെപ്റ്റ്സ് ആണ് രണ്ടും എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഈ 3 ടൈപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ. സോ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്നുള്ള പേരും തന്നെ നമുക്കറിയാം എന്താണെന്നുള്ളത്. ദർ വിൽ ബി എ കോമ്പറ്റീഷൻ ഫോർ ദി ആക്റ്റീവ് സൈറ്റ്. അപ്പൊ നമുക്കറിയാം ഒരു എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റ്, നമ്മൾ നേരത്തെ കണ്ട ഒരു എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റ്. ഓക്കെ, ഈ ആക്റ്റീവ് സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആൾക്കാരുണ്ടാവും. ഒന്ന് സബ്സ്ട്രേറ്റ് ആണ്, അടുത്ത ആൾക്ക് സബ്സ്ട്രേറ്റിന്റെ അതേ മോളിക്കുലാർ സ്ട്രക്ചറൽ ഫോം ഉള്ള ആളാണ്. അതിന് നമ്മൾ കോമ്പറ്റീറ്റർ എന്നാണ് വിളിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നു, സബ്സ്ട്രേറ്റും കോമ്പറ്റീറ്ററും എന്തിനു വേണ്ടിയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുക? ദേ വിൽ കോമ്പീറ്റ് ഫോർ ദിസ് ആക്റ്റീവ് സൈറ്റ്. ആര് വിൻ ചെയ്യും? ദ വൺ വിച്ച് ഈസ് ഹാവിംഗ് ഹയർ കോൺസെൻട്രേഷൻ. ആർക്കാണോ ഹയർ കോൺസെൻട്രേഷൻ ഉള്ളത് അയാളായിരിക്കും വിൻ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാല് കോമ്പറ്റീറ്റർ മോളിക്യൂള് നല്ലോണം കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ, if it is present in higher percentage than substrate, the competitor will be binding to the enzyme and as a result enzyme inhibition happens. ഇനി സബ്സ്ട്രേറ്റിനാണ് കോൺസെൻട്രേഷൻ കൂടുതലെങ്കിൽ സബ്സ്ട്രേറ്റ് വിൽ ബി ബൈൻഡിങ് ടു ദ ആക്റ്റീവ് സൈറ്റ് ആൻഡ് എൻസൈം വിൽ ബി ആക്ടിവേറ്റഡ്. ഓക്കെ, അപ്പം ഈ എസ് ആണ് നടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു, എൻസൈം ആക്ടിവേഷൻ നടക്കുന്നു. ആൻഡ് ഈ സി ആണ് നടക്കുന്നുണ്ടെങ്കിൽ എൻസൈം ഇൻഹിബിറ്റ് ചെയ്യുന്നു, ഇൻഹിബിഷൻ. അപ്പം കോമ്പറ്റീറ്റർ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ എൻസൈം ഇൻഹിബിഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ കോമ്പറ്റീറ്ററെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഹിബിറ്റർ എന്ന് വിളിക്കും. അതുകൊണ്ട് നിങ്ങൾ ബുക്കിലൊക്കെ വായിക്കുമ്പോൾ ഈ സി എന്നുള്ളതിന് പകരം എന്താ ഉണ്ടാവുക? ഈ ഐ എന്നാ ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഹിബിറ്റർ മോളിക്യൂള് ബൈൻഡ് ചെയ്യും എന്നുള്ളതായി കാണാം. എന്താണ് അതിന്റെ കാറ്റഗറി? ഏതിനാണോ കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളത് അതായിരിക്കും അവിടെ വന്ന് ബൈൻഡ് ചെയ്യുക. അപ്പൊ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പ്രൊസീഡിങ് വിത്ത് എൻസൈം ആക്ഷൻ. അപ്പം കോമ്പറ്റീറ്ററിന്റെ കോൺസെൻട്രേഷനേക്കാൾ കൂടുതൽ സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ എൻസൈം ആക്ടിവേഷൻ ആണ് നടക്കുക, നേരെ തിരിച്ചാണെങ്കിൽ എൻസൈം ഇൻഹിബിഷൻ ആണ് നടക്കുക. ഈ ടൈപ്പ് ഓഫ് ഇൻഹിബിഷനെയാണ് നമ്മൾ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതാണ് മെത്തനോൾ ആൻഡ് എത്തനോൾ ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എൻസൈം. നോക്കാം നിങ്ങൾ, ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എൻസൈമിന്റെ 2 സബ്സ്ട്രേറ്റ് ആണ് മെത്തനോളും എത്തനോളും. ഏതിന്റെയാണോ കോൺസെൻട്രേഷൻ കൂടുതൽ അതായിരിക്കും ആക്ട് ചെയ്യുക. എത്തനോളാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് ഈ പറയുന്ന ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസുമായിട്ട്. അപ്പൊ മെത്തനോള് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസിലേക്ക് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഫോർമാൽഡിഹൈഡ്. നമുക്കറിയാം, കള്ളച്ചാരായം കുടിച്ചിട്ട് കണ്ണിന്റെ കാഴ്ച പോകുന്ന ആൾക്കാർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ വാർത്തയിലൂടെ കേട്ടിട്ടുണ്ടാവും. അവിടെ സംഭവിക്കുന്നത് ഫോർമാൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് കിഡ്നീനെ ബാധിക്കും, അതുപോലെ തന്നെ കണ്ണിലെ കാഴ്ചേനെയും ഇല്ലാതാക്കും. അപ്പൊ അതിനൊരു ഓവർകം എന്ന് പറയുന്നത്, ഒരു ക്ലിനിക്കൽ ട്രയൽ എന്ന് പറയുന്നത് എന്താണ്? പതിയെ എത്തനോളിനെ നമ്മൾ ഇൻട്രാവീനസ് ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതേസമയം എത്തനോളിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഇറ്റ് വിൽ ബി ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എൻസൈം ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? എത്തനോളുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പൊ മെത്തനോൾ ടു ഫോർമാൽഡിഹൈഡ് കൺവേർഷൻ നടക്കില്ല. സോ മെത്തനോൾ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി ഫിൽറ്റേർഡ് ത്രൂ ദ യൂറിൻ.
അപ്പൊ ആ ഒരു മെക്കാനിസം നടക്കും. ഓക്കെ, അപ്പം ഇതൊരു കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. വേർ ബോത്ത് മോളിക്യൂൾസ് വിൽ ബി എ കോമ്പറ്റീറ്റർ ആൻഡ് സബ്സ്ട്രേറ്റ്. മെത്തനോളും ഒരു സബ്സ്ട്രേറ്റ് ആണ്, എത്തനോളും ഒരു സബ്സ്ട്രേറ്റ് ആണ്. അതേസമയം തന്നെ മെത്തനോളും ഒരു കോമ്പറ്റീറ്ററും കൂടിയാണ് പരസ്പരം. ഓക്കെ, ഇൻ കേസ് ഓഫ് ദി ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എൻസൈം. ഓക്കെ, ഇത് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഇത് നിങ്ങൾക്ക് എഴുതി വെക്കണം. നോട്ട്സിൽ എഴുതുന്നത് ഈ പോയിന്റുകളായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എന്നത് മനസ്സിലാക്കുക. ബാക്കി കണ്ടന്റ് ഒക്കെ ഇത് തന്നെ മതി. ട്രീറ്റ്മെന്റ് എന്താണെന്നൊക്കെ നമ്മളിവിടെ പറഞ്ഞു. നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അലോസ്റ്റീരിക് ഇൻഹിബിഷൻ. എന്താണ്? ഒരു ഇൻഹിബിറ്റർ മോളിക്യൂളും ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇറ്റ് വിൽ നോട്ട് ബി കോമ്പീറ്റിംഗ് വിത്ത് ദ സബ്സ്ട്രേറ്റ് ഫോർ ദ ബൈൻഡിങ് ടു ദി ആക്റ്റീവ് സൈറ്റ്. ആക്റ്റീവ് സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷനും നടക്കൂല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷന്റെ കേസിൽ സബ്സ്ട്രേറ്റിന്റെ സ്ട്രക്ചറും കോമ്പറ്റീറ്റർ മോളിക്യൂളിന്റെ സ്ട്രക്ചറും ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അതേസമയം ഇവിടെ അങ്ങനെ സിമിലാരിറ്റിന്റെ ആവശ്യമില്ല, മറിച്ച് രണ്ടും രണ്ട് ഡിഫറെന്റ് മോളിക്യൂൾസ് ആവും. ബിക്കോസ് രണ്ടും ബൈൻഡ് ചെയ്യുന്നത് എൻസൈമിന്റെ രണ്ട് ഡിഫറെന്റ് സൈറ്റിലേക്കാണ്. സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്നത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് ബൈൻഡ് ചെയ്യും? ആക്റ്റീവ് സൈറ്റിലേക്കാണ് ബൈൻഡ് ചെയ്യുക. അതേസമയം ഒരു ഇൻഹിബിറ്റർ മോളിക്യൂൾ അവിടെ ബൈൻഡ് ചെയ്യുന്നത് ഒരു ഡിഫറെന്റ് സൈറ്റിലായിരിക്കും, അതർ ദാൻ ദി ആക്റ്റീവ് സൈറ്റ് വിച്ച് വിൽ ബി പ്രസന്റ് ഇൻ ദി എൻസൈം. അതാ ഞാൻ പറഞ്ഞത്, അലോസ്റ്റീരിക് എൻസൈമുമായിട്ട് ഒരു കോമ്പിനേഷൻ നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആളെയാണ് നമ്മൾ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അലോസ്റ്റീരിക്കും ആയിട്ടുള്ള പ്രശ്നം എന്താണ്? അലോസ്റ്റീരിക്കിന്റെ കേസിൽ ഇറ്റ് ക്യാൻ ബി എ റെഗുലേറ്റർ ആണ്. റെഗുലേറ്റർ മോളിക്യൂൾ ആണ് അവിടെ ഉണ്ടാവുക. ഇറ്റ് ക്യാൻ ബി വേർ ദ റെഗുലേറ്റർ ക്യാൻ ബി എൻ ഇൻഹിബിറ്റർ ഓർ ആക്ടിവേറ്റർ. ഈ എൻസൈം ആക്റ്റീവ് ആവണമെങ്കിൽ എന്ത് വേണം? ഇവിടെ പോയിട്ട് ആക്ടിവേറ്റർ ബൈൻഡ് ചെയ്യണം. എൻസൈം ഇൻഹിബിഷൻ ചെയ്യണമെങ്കിൽ ഈ ഇൻഹിബിറ്റർ പോയിട്ട് അവിടെ ബൈൻഡ് ചെയ്യണം. അതേസമയം നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷന്റെ കേസിൽ എന്താണ് കാര്യം നോക്കുക നിങ്ങൾ. ഇവിടെ ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻസൈം ഇൻഹിബിറ്റഡ് ആവും. ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ആക്ടിവേറ്റഡ്. ആ ഒരു കൺസെപ്റ്റ് ആണ് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ഉള്ളത്. അപ്പൊ അലോസ്റ്റീരിക് റെഗുലേഷനും നോൺ കോമ്പറ്റീറ്റീവ് റെഗുലേഷനും പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അലോസ്റ്റീരിക് റെഗുലേഷൻ തന്നെയാണ് ഈ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ആയിട്ട് അറിയപ്പെടുന്നതും എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. പക്ഷെ ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഹിബിഷൻ, ബൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആക്ടിവേഷൻ. അതാണ് നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അലോസ്റ്റീരിക്കിലാണെങ്കിൽ ആക്ടിവേറ്റർ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻസൈം ആക്ടിവേറ്റഡ് ആവും, ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻസൈം ഇൻഹിബിറ്റഡ് ആവും. സോ ഇറ്റ്സ് എൻ അലോസ്റ്റീരിക് റെഗുലേറ്റർ മോളിക്യൂൾ. ഇൻഹിബിറ്റർ മോളിക്യൂൾ അല്ല, മറിച്ച് റെഗുലേറ്റർ മോളിക്യൂൾ ആണ് അവിടെ ബൈൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷനിൽ നമ്മൾ പറഞ്ഞു a substrate will be binding to the active site, but an inhibitor will be binding to a different site other than active site. So എന്ത് സംഭവിക്കും? ഒരു ഇൻഹിബിറ്റർ അവിടെ പോയി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ it will leads to the conformational changes and as a result substrate cannot bind or the enzyme cannot convert the bound substrate into the product. ഓക്കെ, അത് അൺകോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ നമ്മൾ വേറെ ഒരു കൺസെപ്റ്റിൽ പറയും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എൻസൈം പ്ലസ് EI ഉണ്ടായി കഴിഞ്ഞാൽ എൻസൈം EI കോംപ്ലക്സ് ഉണ്ടാവും. അപ്പൊ എന്തില്ല? റിയാക്ഷൻ നടക്കില്ല. ഓക്കെ, അപ്പം എൻസൈം സബ്സ്ട്രേറ്റ് അതിലേക്ക് ഇൻഹിബിറ്റർ വന്നു കഴിഞ്ഞാലും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. അങ്ങനെ ആവുമ്പോഴും റിയാക്ഷൻ നടക്കില്ല. ഇതിനെയാണ് നോൺ കോമ്പറ്റീറ്റീവ് എന്ന് പറയുന്നത്. ഇതില് ഇത് മാത്രം നടക്കുന്ന എൻസൈംസ് ആണെങ്കിൽ, റെഗുലേഷൻ ഇത് ത്രൂ മാത്രമാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ അൺകോമ്പറ്റീറ്റീവ് എന്ന് വിളിക്കുക. അത് ഞാൻ പറയാം. ഓക്കെ, നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ. നൗ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ ഒരിക്കലും സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷന്റെ കേസിൽ ആ ഇൻഹിബിഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് മനസ്സിലാക്കുക. ഓക്കെ, നേരത്തെ എന്തായിരുന്നു? നമുക്ക് ഒരു ഇൻഹിബിഷൻ ഓവർകം ചെയ്യണമെങ്കിൽ കോമ്പറ്റീറ്ററിനേക്കാൾ കൂടുതൽ കോൺസെൻട്രേഷൻ സബ്സ്ട്രേറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഹിബിഷൻ ഓവർകം ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ എത്ര സബ്സ്ട്രേറ്റിന് കോൺസെൻട്രേഷൻ കൂട്ടിക്കൊടുത്തിട്ടും കാര്യമില്ല. മറിച്ച് എന്താ സംഭവിക്കുന്ന? അവിടെ ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്ത് കിടക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി എൻസൈം ഇൻഹിബിഷൻ വിൽ ബി ഹാപ്പനിങ്. എൻസൈം ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്തോ അവിടെ എൻസൈം ഇൻഹിബിഷൻ നടക്കും. സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എത്ര ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. എത്രത്തോളം കൂടിയാലും ഒരു കാര്യമില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ അത് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ കേസിൽ
നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷന്റെ കേസിൽ കൈനറ്റിക് റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ വി മാക്സ് എപ്പോഴും ഡിക്രീസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വെലോസിറ്റിയിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കെ എം വാല്യൂവിന് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. കെ എം വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവില്ല. വി മാക്സ് ഡിക്രീസ് ചെയ്യും. അതേസമയം അൺകോമ്പറ്റേറ്റീവിന് ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ്. ഇത് മനസ്സിലാക്കി വെക്കണേ. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോൺ കോമ്പറ്റേറ്റീവ് എന്ന് പറയുന്നത് സൈനൈഡ് ഇൻഹിബിറ്റർ, സൈറ്റോക്രോം ഓക്സിഡൈസ് എൻസൈം കോംപ്ലക്സ്, ഹെവി മെറ്റൽ that will be inhibiting any enzyme which is having SH group, sulfhydryl group ഉള്ള ആള്. Now uncompetitive inhibition എന്തേ ഉള്ളൂ ഇവിടെ? There is no competition for the active site. Substrate will be binding to the active site and inhibitor will be binding to a different site other than active site. പക്ഷെ ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. അവിടെ എന്തുണ്ടാവണം? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവണം. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായാൽ മാത്രമേ ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്യുള്ളൂ. അതിനു മുമ്പ് ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്യില്ല. അതാണ് നോൺ കോമ്പറ്റേറ്റീവും അൺകോമ്പറ്റേറ്റീവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിലേക്ക് മാത്രം ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്യുള്ളൂ എന്നാണെങ്കിൽ അതിനെയാണ് നമ്മൾ അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. നോൺ കോമ്പറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എൻസൈം സബ്സ്ട്രേറ്റിലേക്കോ അല്ലെങ്കിൽ എൻസൈമിലേക്കോ ഇൻഹിബിറ്റർ ബൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോൺ കോമ്പറ്റേറ്റീവ് ആണ്. Okay, so the process of inhibition is same as non-competitive inhibitor, only binds to enzyme substrate complex. Okay, ഇതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. So at first the substrate will binds to the enzyme substrate complex ഉണ്ടാവും. ഈ enzyme substrate complexിലേക്കാണ് inhibitor ബൈൻഡ് ചെയ്തത്. So enzyme product complex will not be formed. അത് നടക്കില്ല. So definitely reaction proceed ചെയ്യില്ല. അപ്പൊ നോക്കുക, നിങ്ങൾ അവിടെ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കുക. കെ എം വാല്യൂ എന്ന് പറയുന്നത് ഒരു എൻസൈമിന് എത്രത്തോളം അഫിനിറ്റി ആ ഒരു പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എം വാല്യൂ കൂടുന്തോറും അതിന്റെ അർത്ഥം എൻസൈമിന്റെ അഫിനിറ്റി, ഞാൻ ഈ അഫിനിറ്റിയും ചേർക്കാണ്, അഫിനിറ്റി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. കെ എം വാല്യൂ കൂടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എൻസൈം അഫിനിറ്റി കുറയുന്നു. കെ എം വാല്യൂ കുറയുകയാണെങ്കിൽ അർത്ഥം എന്താണ്? എൻസൈമിന്റെ അഫിനിറ്റി കൂടുന്നു എന്നാണ്. ഓക്കെ, കെ എം വാല്യൂ എന്ന് പറഞ്ഞാൽ മിനിമം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിൽ മാക്സിമം വെലോസിറ്റിയിൽ റിയാക്ഷൻ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നതിന്റെ ഒരു വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, നിങ്ങൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രോഡക്റ്റ് ഉണ്ടായാൽ മാത്രമേ പ്രോഡക്റ്റ് റിലീസ് ചെയ്തിട്ട് എൻസൈംസ് ഫ്രീ എൻസൈംസ് അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഉള്ള എൻസൈംസിൽ മേജർ പോർഷൻ ഇങ്ങനെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കുമ്പോൾ ബാക്കിയുള്ള എൻസൈം ഉണ്ടല്ലോ, ഫ്രീ എൻസൈംസ്, ഇവർക്ക് എന്തുണ്ടാവും? ഈ സബ്സ്ട്രേറ്റിലേക്ക് കൂടുതൽ അഫിനിറ്റി ഉണ്ടാവും. ഓക്കെ, എന്തുകൊണ്ടാ? സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതലും എൻസൈമിന്റെ കോൺസെൻട്രേഷൻ കുറവുമാണ് എന്നതാണ് അതിന്റെ റീസൺ. സോ ഇതിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? കെ എം വാല്യൂ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷന്റെ കേസിൽ കെ എം വാല്യൂ ഇൻക്രീസ് ചെയ്യും. വി മാക്സ് കുറയുക തന്നെയാണ് ചെയ്യുക, പക്ഷേ കെ എം വാല്യൂ ഇൻക്രീസ് ചെയ്യും. നോൺ കോമ്പറ്റേറ്റീവിന്റെ കേസിൽ കെ എം വാല്യൂവിന് ചേഞ്ചസ് ഒന്നും കണ്ടില്ല. വി മാക്സ് കുറയുന്നുണ്ടായിരുന്നു, പക്ഷെ കെ എം വാല്യൂവിന് ചേഞ്ച് ഒന്നും കണ്ടില്ല. പക്ഷെ ഇവിടെ കെ എം വാല്യൂ എന്ന് പറയുന്നത്, ഓക്കെ, കെ എം വാല്യൂ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മോർ ഇത് ഡിക്രീസ് ചെയ്യും എന്നുള്ളത് ഓർമ്മിക്കുക. അധികമാവുന്നല്ല, ഡിക്രീസ് ചെയ്യും എന്ന് വെച്ചാൽ അഫിനിറ്റി ഇൻക്രീസ് ചെയ്യും എന്നുള്ളത് ഓർമ്മിക്കുക. എന്തുകൊണ്ട് അഫിനിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്? ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് അവിടെ സ്റ്റക്കായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിലേക്ക് പോകും. ആസ് എ റിസൾട്ട് കുറഞ്ഞ അളവിലുള്ള എൻസൈംസ് ഈ കുറെ സബ്സ്ട്രേറ്റുമായിട്ട് അഫിനിറ്റി കൂടുതലായിട്ട് കാണിക്കും. അത്രേ ബൈൻഡ് ചെയ്യാനുള്ളൂ. കുറെ സബ്സ്ട്രേറ്റ് ഉണ്ട്, കുറച്ച് എൻസൈമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇതിന്റെ അഫിനിറ്റി വളരെ കൂടുതലായിരിക്കും. എൻസൈമിന്റെ അഫിനിറ്റി ടുവേർഡ്സ് സബ്സ്ട്രേറ്റ് വിൽ ബി ഹൈ. സോ അതുകൊണ്ട് കെ എം വാല്യൂ വളരെ കുറവായിരിക്കും അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷന്റെ കേസിൽ. അഫിനിറ്റി കൂടുതലും കെ എം വാല്യൂ കുറവായിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് പ്രത്യേകം ഓർക്കണം. അൺകോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ നിർബന്ധമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. Okay, the binding of the inhibitor induces the change in active site as well as the allosteric site of the enzyme and inhibits enzyme catalysis. So in this type of enzyme action, Vmax as well as the Km value will be decreasing. Non-competitive ആണെങ്കിൽ Vmax മാത്രമായിരുന്നു ഡിക്രീസ് ചെയ്തത്, Km വാല്യൂ സ്റ്റാറ്റിക് ആയിരുന്നു, ചേഞ്ചസ് ഒന്നുമില്ല. അതേസമയം ഇവിടെ രണ്ടും ഡിക്രീസ് ചെയ്യും. അതിന്റെ റീസണാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എൻസൈമിന്റെ അഫിനിറ്റി ഉള്ള സബ്സ്ട്രേറ്റിനോട് കൂടുന്നതാണ് കാരണം. എൻസൈമിന്റെ അഫിനിറ്റി കൂടാൻ കാരണം
കുറേ എൻസൈം മോളിക്യൂൾസ് ഈ സബ്സ്ട്രേറ്റ് ES കോംപ്ലക്സിൽ സ്റ്റക്കായി നിൽക്കുന്നത് കൊണ്ട് ഉള്ള എൻസൈംസ് മാക്സിമം കോൺസെൻട്രേഷനിൽ കിടക്കുന്ന സബ്സ്ട്രേറ്റുമായിട്ട് ഹയർ അഫിനിറ്റിയിലേക്ക് പോകുന്നതാണ് Km വാല്യൂ കുറയാൻ വേണ്ടിയിട്ടുള്ള കാരണം. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഈ ചുവപ്പിൽ കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത് എഴുതി വെച്ചാൽ മതി. എക്സാമിന് വേണ്ടിയിട്ട് ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് ആണ് അവിടെ റെഡിൽ എഴുതിയേക്കുന്നത്. ഓക്കെ, സോ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എക്സാമ്പിൾ ആണ് ലാക്ടേറ്റ് ഡീഹൈഡ്രോജിനേസ് എൻസൈം ബീങ് ഇൻഹിബിറ്റഡ് ബൈ ദി ഓക്സാലേറ്റ് ആൻഡ് ഇൻഹിബിഷൻ ഓഫ് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ബൈ L-phenyl alanine. ഈ രണ്ട് എക്സാമ്പിൾസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. And that's about reversible inhibition. Okay, ഇനി വേണ്ടത് irreversible inhibition ആണ്. Irreversible inhibition എന്ന് പറയുന്നത് the substrate is somewhat undergoing a suicide. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരാൻ വേണ്ടി not substrate, enzyme is undergoing somewhat suicide. പിന്നീട് ആ എൻസൈമിന് അതിന്റെ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എൻസൈം ഇൻഹിബിഷനെയാണ് നമ്മൾ ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ട കോമ്പറ്റേറ്റീവ്, നോൺ കോമ്പറ്റേറ്റീവ്, അൺകോമ്പറ്റേറ്റീവില് ആ ഒരു കോമ്പറ്റീറ്റർ മോളിക്യൂളോ അല്ലെങ്കിൽ ഇൻഹിബിറ്റർ മോളിക്യൂളോ അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ എൻസൈമിന്റെ ആക്ടിവിറ്റി തിരിച്ച് റീഗെയിൻ ചെയ്തായിരുന്നു. പക്ഷേ ഇവിടെ ഇറിവേഴ്സിബിൾ ഇൻഹിബിഷന്റെ കേസിൽ that regaining of enzyme activity will not takes place. അത് പെർമനന്റ് ആയിട്ട് അതിന്റെ ആക്ടിവിറ്റി ലോസ് ആവും എന്നുള്ളതാണ് അവിടെ കാര്യം. ഓക്കെ, സോ ഫസ്റ്റ് ഗ്രൂപ്പ് സ്പെസിഫിക് റിയേജൻസ് 3 ടൈപ്സ് ഉണ്ട്. ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടുള്ളത് അഫിനിറ്റി ലേബൽ ആൻഡ് സൂയിസൈഡൽ ഇൻഹിബിറ്റേഴ്സ്. Okay, the first one, group specific. Here there are some group specific reagents that act as enzyme inhibitors. They react with the specific R groups of amino acids present in the enzyme and inhibits the enzyme catalysis irreversibly. എങ്ങനെയാ? നമുക്കറിയാം ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് പല റീജിയനിലുള്ള അമിനോ ആസിഡ്സ് അല്ലെ ഒന്നിച്ച് നിന്നിട്ട് ഫോം ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു ഇന്ററാക്ഷൻ പോസിബിൾ അല്ലാതെ വരും ആ അമിനോ ആസിഡ്സിലുള്ള R ഗ്രൂപ്പിലേക്ക് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ വരുന്ന ആളെ ആ ഒരു കാറ്റഗറി ഓഫ് ഇൻഹിബിഷൻ ആണ് നമ്മൾ ഗ്രൂപ്പ് സ്പെസിഫിക് റിയേജന്റ് ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് റിയേജൻസ് വിൽ ബി ആക്ടിംഗ് ഓൺ ദ R ഗ്രൂപ്പ് ഓഫ് പെർട്ടിക്കുലർ അമിനോ ആസിഡ്സ് ഇൻ ദി എൻസൈം. As a result, these active molecules or three-dimensional structure interaction will not be taking place, and as a result, enzyme will not act physiologically. അതിന്റെ ഫംഗ്ഷൻ നടക്കാതെ വരും. അതിനൊരു എക്സാമ്പിൾ ആണ് ഡൈഐസോപ്രോപ്പൈൽ ഫോസ്ഫോഫ്ലൂറിഡേറ്റ്. ഓക്കെ, DIPE. ഇത്രയും പേര് ഓർമ്മിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ DIPE എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, നോട്ട് ഫ്ലൂറിഡേറ്റ് ആണ്, DIPF. Okay, it's a principal component of nerve gas, specifically inhibits serine amino acids in the enzyme. Now, acetylcholine esterase, an enzyme important in the transmission of nerve impulse. Okay, ഏതാണ് acetylcholine esterase എന്ന് പറയുന്ന എൻസൈമിലുള്ള സെറൈൻ അമിനോ ആസിഡ് റെസിഡ്യൂവിലേക്ക് ആക്ട് ചെയ്യുന്ന ഒരു മോളിക്യൂളാണ് ഡൈഐസോപ്രോപ്പൈൽ ഫോസ്ഫോഫ്ലൂറിഡേറ്റ് എന്ന് പറയുന്നത്. ഇത് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അസറ്റൈൽ കോളൈൻ എസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈം ഇനാക്റ്റീവ് ആയിട്ട് മാറും. അതൊരു ഗ്രൂപ്പ് സ്പെസിഫിക് റിയേജന്റ് irreversible inhibition example ആണ്. Okay, so it will be inhibiting, as a result DIPF will be inhibiting impulse transmission by inhibiting the enzyme acetylcholine esterase. Now, രണ്ടാമത്തേതാണ് affinity labels എന്ന് പറയുന്നത് substrate analogs. So inhibitors may be substrate analog, same structure as that of substrate, ഒരു competitive inhibition model, and that contain a highly reactive group which is not present in the natural substrate, and as a result this reactive group permanently block the active site. ഈ reactive group എന്ത് ചെയ്യും? ഹൈ അഫിനിറ്റിയിൽ അവിടെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആക്റ്റീവ് സൈറ്റിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സബ്സ്ട്രേറ്റിന് വന്നിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫേം ആയിട്ട് ആക്റ്റീവ് സൈറ്റിലേക്ക് ഈ പറയുന്ന മോളിക്യൂള് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞു. കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷന്റെ കേസിൽ എന്തായിരുന്നു? ആ കോമ്പറ്റീറ്റർ മോളിക്യൂളും സബ്സ്ട്രേറ്റും സിമിലർ സ്ട്രക്ചർ ആണ്, സിമിലർ അഫിനിറ്റിയും ആണ്. കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ കോമ്പറ്റീറ്റർക്ക് അവിടെ നിന്ന് പോകേണ്ടി വരും, സബ്സ്ട്രേറ്റ് അവിടെ വന്ന് ബൈൻഡ് ചെയ്യും. അതേസമയം ഇവിടെ അങ്ങനെയല്ല, ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ നടക്കുക, പെർമനന്റ് ആയിട്ട് ഫേം ആയിട്ടുള്ള ഒരു ബൈൻഡിങ് ആയിരിക്കും ആക്റ്റീവ് സൈറ്റിൽ നടക്കുക. ആസ് എ റിസൾട്ട് സബ്സ്ട്രേറ്റ് ക്യാൻ നോട്ട് ബൈൻഡ് ടു ദ ആക്റ്റീവ് സൈറ്റ് മോർ.
അപ്പം പെർമനന്റ് ആയിട്ട് അവിടെ ഇയാൾ വന്നിരിക്കും, കോമ്പറ്റീറ്റർ വന്നിരിക്കും. ഓക്കെ, ഒരിക്കലും അവിടുന്ന് ഫ്രീ ആവില്ല. ദാറ്റ് മീൻസ് എൻസൈം ആക്ടിവിറ്റി വിൽ ബി ലോസ്റ്റ് ഫോർ എന്താ പറയാ എവർ എന്ന് പറയാം. ഒരിക്കലും ഇത് തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ എൻസൈം ആക്ടിവിറ്റി ലൂസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസൈം അവിടെ ഉണ്ടായാലും കാര്യമില്ല, അതിന് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, ബിക്കോസ് ദ ആക്റ്റീവ് സൈറ്റ് ഈസ് നോട്ട് ഫ്രീ. അതിനൊരു എക്സാമ്പിൾ ആണ് ബ്രോമോ അസറ്റോൾ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അഫിനിറ്റി ലേബലിന് എക്സാമ്പിൾ ആണ് ബ്രോമോ അസറ്റോൾ ഫോസ്ഫേറ്റ്. സോ ഇതെന്ന് പറയുന്നത് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്, നമ്മുടെ ഗ്ലൈക്കോലൈറ്റിക് എൻസൈമില് ഗ്ലൈക്കോലൈറ്റിലെ ഇന്റർമീഡിയറ്റ് മോളിക്യൂൾ ആണ് ഗ്ലൈക്കോലൈസിസിലുള്ള ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മിമിക് ചെയ്യുന്ന ഒരു മോളിക്യൂൾ ആണ് ബ്രോമോ അസറ്റോൾ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഇത് ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിനെ ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആക്കിയിട്ട് മാറ്റുന്ന, ഓക്കെ, G3P എന്ന് നമ്മൾ പറയാ, ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു എൻസൈമാണ് ഐസോമറേസ് എന്ന് പറയുന്നത്, ട്രയോസ് ഐസോമറേസ്. അപ്പം ഇതിലേക്ക് ആര് പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു? ബ്രോമോ അസറ്റോൾ ഫോസ്ഫേറ്റ് ബൈൻഡ് ചെയ്യുന്നു. ബ്രോമോ അസറ്റോൾ ഫോസ്ഫേറ്റ് ഇവിടെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ DHAPക്ക് അവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റൂല. DHAPന്റെ കോൺസെൻട്രേഷൻ എത്ര കൂടി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ഈ ബ്രോമോ അസറ്റോൾ ഫോസ്ഫേറ്റ് ഫേം ആയിട്ടാണ് ഈ പറയുന്ന ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ് എന്ന് പറയുന്ന എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ പെർമനന്റ് ആയിട്ട് അതിന്റെ ആക്ടിവിറ്റി ലോസ് ആവും. സോ ദിസ് കൺവേർഷൻ ടു G3P cannot happen. ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റിലേക്കുള്ള കൺവേർഷൻ പോസിബിൾ അല്ല. സോ ബ്രോമോ അസറ്റോൾ ഫോസ്ഫേറ്റ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്യാം. Now irreversible ഇൻഹിബിഷനിൽ അടുത്തൊരു എക്സാമ്പിൾ ആണ് സൂയിസൈഡൽ ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സൂയിസൈഡൽ ഇൻഹിബിഷൻ ഇതും പെർമനന്റ് ആയിട്ടുള്ള ലോസ് തന്നെയാണ്, ആത്മഹത്യയിലേക്ക് എൻസൈം പോകുക എന്നുള്ളതാണ്. ഓക്കെ, so in this type of inhibition the inhibitors are unreactive until they bind on the active site of an enzyme. So when the inhibitor binds to the enzyme, it is soon converted into a potent inhibitor. That is, formerly inactive inhibitor become a potent inhibitor with the help of enzyme. This potent inhibitor irreversibly binds on the enzyme and inhibits it. Here the inhibitor utilizes the catalysis mechanism of enzyme for the inhibition. Hence it is also called a mechanism based inhibition. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടതും നേരത്തെ നമ്മൾ കണ്ട സബ്സ്ട്രേറ്റിന്റെ സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചർ, പക്ഷെ ഒരു വളരെ ആക്റ്റീവ് ആയിട്ടുള്ള റിയാക്റ്റീവ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഒരു മോളിക്യൂള് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതും ഒരു കൈൻഡ് ഓഫ് സൂയിസൈഡൽ ഇൻഹിബിഷൻ ആണ്. പക്ഷെ ഇവിടെ മെക്കാനിസം ബേസ്ഡ് ഇൻഹിബിഷൻ ആണ്. കാരണം എൻസൈമിന്റെ നോർമൽ കാറ്റലിറ്റിക് ആക്ടിവിറ്റി എന്താണോ സെയിം മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് ഒരു മോളിക്യൂള് ആക്റ്റീവ് സൈറ്റിലേക്ക് പോയി ബൈൻഡ് ചെയ്ത മോളിക്യൂള് കൺവേർട്ട് ചെയ്ത് ഇൻഹിബിറ്റർ മോളിക്യൂളായിട്ട് മാറും. എന്നിട്ട് ഈ ഇൻഹിബിറ്റർ മോളിക്യൂൾ അവിടുന്ന് വിടാതെ അവിടെ തന്നെ അങ്ങ് നിൽക്കും. സോ നോ മോർ സബ്സ്ട്രേറ്റ് ക്യാൻ ബൈൻഡ് ടു ദിസ് പെർട്ടിക്കുലർ എൻസൈം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മോളിക്യൂള് ആക്റ്റീവ് സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇൻഹിബിറ്റർ അല്ല, ആക്റ്റീവ് സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്തതിന് ശേഷമാണ് അത് ഇൻഹിബിറ്റർ ആയിട്ട് മാറിയത്. എന്ത് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ്? എന്താണോ എൻസൈമിന്റെ നോർമൽ കാറ്റലിറ്റിക് ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു പെർട്ടിക്കുലർ മോളിക്യൂള് ഇൻഹിബിറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ മെക്കാനിസം ബേസ്ഡ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. സൂയിസൈഡൽ ഇൻഹിബിഷൻ എന്ന് പറയാൻ കാരണം പെർമനന്റ് ആയിട്ട് അല്ലെ എൻസൈം തന്നെ നടത്തിയ ഒരു ആക്ടിവിറ്റി കാരണം എൻസൈമിന്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു പ്രവൃത്തി ചെയ്ത് നമ്മൾ തന്നെ മരണപ്പെടുമ്പോഴാണല്ലോ നമ്മൾ സൂയിസൈഡ് എന്ന് പറയുന്നത്. അതുപോലെ എൻസൈമിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി, അതിന്റെ ആക്ടിവിറ്റി നടന്നപ്പോൾ എന്ത് ചെയ്യുന്നു? എൻസൈമിന്റെ ആക്ഷൻ ഇല്ലാണ്ടാവുന്നു. അതുകൊണ്ട് ഇതിനെ സൂയിസൈഡൽ ഇൻഹിബിഷൻ എന്ന് വിളിക്കുന്നു. എൻസൈമിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു നോർമൽ മോളിക്യൂൾ ഇവിടെ ഇൻഹിബിറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് അതിനെ മെക്കാനിസം ബേസ്ഡ് ഇൻഹിബിഷൻ എന്നും വിളിക്കുന്നു. അപ്പൊ അങ്ങനെ 3 ടൈപ്പാണ് ഇറിവേഴ്സിബിൾ ഇൻഹിബിഷൻ ഉള്ളത്. അപ്പം ഈ 3 ടൈപ്പിലും ഒരിക്കലും എൻസൈമിന്റെ നോർമൽ ഫംഗ്ഷനിങ് തിരിച്ചു വരില്ല എന്നുള്ളത് ഓർമ്മിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ആന്റിബയോട്ടിക് പെൻസിലിൻ ഈസ് യൂസ്ഡ് ഫോർ കില്ലിംഗ് ബാക്ടീരിയ. ഈ പെൻസിലിൻ മോളിക്യൂൾ എന്താ ചെയ്യുന്നത്? ഗോ ആൻഡ് ബൈൻഡ്സ് ടു ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈം. നമുക്കറിയാം പെപ്റ്റിഡൈൽ ഒരു ലെയർ ആണല്ലോ, സെൽ വാൾ ഉണ്ടായേക്കുന്നത്. ഓക്കെ, പെപ്റ്റിഡൈൽ ഗ്ലൈക്കോ പെപ്റ്റൈഡ് കൊണ്ടാണ് ഈ പറയുന്ന ബാക്ടീരിയയുടെ സെൽ വാൾ ഉണ്ടായേക്കുന്നത്. ആ ഒരു സിന്തസൈസിനെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ പെൻസിലിൻ മോളിക്യൂൾ പോയിട്ട് അവിടെ ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ എൻസൈമിന്റെ ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈം എന്ന് പറയുന്ന എൻസൈമിന്റെ
ആക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് അത് ഇൻഹിബിറ്റർ മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യുന്നു. അങ്ങനെ എൻസൈമിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ബാക്ടീരിയലിന്റെ സെൽ വാള് സിന്തസിസ് നടക്കാതെ വരുന്നു. അങ്ങനെ സെൽ വാൾ സിന്തസിസ് നടക്കാതെ വരുമ്പോൾ പുതിയ ബാക്ടീരിയ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നീട് ആ ബാക്ടീരിയ ഓൾറെഡി എൻട്രി ചെയ്തേക്കുന്ന ബാക്ടീരിയ എന്ത് സംഭവിക്കും? ആന്റിബോഡീസ് വന്നിട്ട് കൊണ്ടുപോയിക്കോളും, അല്ലെങ്കിൽ ടി സെൽസ് വന്നിട്ട് പ്രോസസ് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കുക, പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈം, ഓക്കെ, ബാക്ടീരിയയിൽ കാണുന്ന ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈമിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുന്നതിന് മുമ്പ് പെൻസിലിൻ ഒരു ഇൻഹിബിറ്റർ അല്ല. ബൈൻഡ് ചെയ്തതിന് ശേഷം ആ എൻസൈമിന്റെ ആക്ടിവിറ്റി കാരണം പെൻസിലിൻ എന്താവും? ഒരു ഇൻഹിബിറ്റർ ആയിട്ട് വരും, പെർമനന്റ് ആയിട്ട് അവിടെ ആക്റ്റീവ് സൈറ്റിൽ നിൽക്കുകയും ചെയ്യും. ആസ് എ റിസൾട്ട് ബാക്ടീരിയൽ സെൽ വാൾ സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യപ്പെടും. കാരണം ബാക്ടീരിയൽ സെൽ വാൾ സിന്തസിസിന് ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു മേജർ എൻസൈമാണ് ഈ ട്രാൻസ്പെപ്റ്റിഡേസ് എൻസൈം എന്ന് പറയുന്നത്. അങ്ങനെ പുതിയ ബാക്ടീരിയൽ സെൽസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആസ് എ റിസൾട്ട് ബാക്ടീരിയൽ ഗ്രോത്ത് എന്ത് ചെയ്യും? സപ്രസ് ചെയ്യും. അങ്ങനെ ഒരു എൻസൈം ആക്ടിവിറ്റിയാണ് ഈ പെൻസിലിൻ നടത്തുന്നത്, ഒരു ഇൻഹിബിഷൻ നടത്തുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ദാറ്റ്സ് അബൌട്ട് ദ എൻസൈം ഇൻഹിബിഷൻ. നമ്മൾ ഒരു സെഷനും കൂടെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻസൈം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ. ഞാൻ പറഞ്ഞു സിലബസിൽ ഇല്ലാത്തതാണ്, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കി വെക്കണം, അത് നിർബന്ധമായിട്ട് കാണണം, പഠിക്കണം എന്ന് ഞാൻ പറയില്ല. ഇനി അറിയാതെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ വരും, സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആരെങ്കിലും ക്വസ്റ്റ്യൻ ഇട്ടേക്കാം. അങ്ങനെ വരുമ്പോൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റണം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ, ദാറ്റ് വിൽ ബി ദ 12th പാർട്ട് ഓഫ് എൻസൈം ചാപ്റ്റർ. ഓക്കെ, then see you.